അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി.ജെ. കുര്യൻ അഭിപ്രായം പറഞ്ഞതിൽ പ്രതികരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. ഓരോ വ്യക്തികൾക്കും അവരവർക്ക് പറയാനുള്ള അഭിപ്രായമുണ്ടാകും, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അത്തരത്തിലുള്ള വാർത്തകൾ കണ്ടു. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഇപ്പം രാഷ്ട്രീയപരമായിട്ടുള്ള പലപ്പോഴുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പാർട്ടിയിലുള്ള സമയത്ത് പാർട്ടിക്കകത്ത് തന്നെ പറഞ്ഞിട്ടുള്ള രീതിയേ ഉള്ളൂ, അല്ലാതെ വേറെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളൂ. രാഹുലിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകരുതെന്ന് അദ്ദേഹം പറഞ്ഞതിലൂടെ എന്താണ് പറയുന്നത്? ഓരോ വ്യക്തികൾക്കും അവരവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അവർക്ക് പറയാം. ജനങ്ങൾക്ക് ജനങ്ങളുടെ അഭിപ്രായമുണ്ട്. പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പം അതിനകത്തൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു. സംബന്ധിച്ച് അടുത്ത് സംസാരിച്ചപ്പോൾ ഈ വിഷയം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതിൻ്റെ പിന്നെ ഡബ്ബിങ് പലതും ഞാൻ കേട്ടു. പക്ഷേ ലിപ് മൂവ്മെന്റുമായിട്ട് സിങ്ക് ആകുന്നുണ്ടോ എന്ന് നോക്കിയിട്ടില്ല. ഞങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. ആകെ സംസാരിച്ചത് അദ്ദേഹം ഇപ്പം പത്തനംതിട്ടയിലെ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യം ഉണ്ടാവും. അദ്ദേഹത്തിനിടയ്ക്ക് ചില ആരോഗ്യ പ്രയാസങ്ങളുണ്ടായിരുന്നു. വലിയ കാര്യങ്ങളാണ്, ചെറിയ ആരോഗ്യ പ്രയാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നു അത്തരം കാര്യങ്ങൾ സംസാരിച്ചു പോകുന്നതിന് അദ്ദേഹം ഇത് പരാമർശിച്ചു. അതിനകത്ത് എന്തെങ്കിലും ഒരു ഗൗരവത്തിൽ അദ്ദേഹവും പറഞ്ഞില്ല, ഞാനും അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഗൗരവത്തിൽ പറഞ്ഞില്ല. പിന്നീട് പെട്ടെന്ന് അദ്ദേഹം ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പം എന്തോ അതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കാം. ഇല്ല, ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ ആ വിഷയത്തെ പറ്റി ഇത്തരം ചില വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹം അന്നേരം തന്നെ പറഞ്ഞിരുന്നു, ഞാൻ പറയാത്ത കാര്യമാണ്, വാർത്തകളായി വന്നതാണ് അദ്ദേഹം പരാമർശിച്ചിരുന്നു. ഞാനതിനെപ്പറ്റി അദ്ദേഹം കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രായം കൊണ്ടും പദവി കൊണ്ടും ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ പി.ജെ. കുര്യൻ. അപ്പോൾ കുര്യൻ സാറിനോട് അത്തരം ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കേണ്ട കാര്യം ഇല്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞതല്ല, വാർത്തയായി വന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും കമൻറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അദ്ദേഹം ആശുപത്രിയിൽ ഉള്ള സമയത്തും ഞാൻ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആളുകളെ, പ്രത്യേകിച്ച് നമ്മുടെ ശ്രീ ഈപ്പൻ കുര്യൻ അടക്കമുള്ള ആളുകളെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ഇറങ്ങാൻ നേരം പറഞ്ഞത്, ഞാനിപ്പോൾ തിരക്കായിട്ട് പോവാണ്, ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് തന്നെ. അത്ര സൗഹാർദ്ദപരമായിട്ടുള്ളൊരു സംഭാഷണമായിരുന്നു ഉണ്ടായിരുന്നത്. ദേഷ്യപ്പെട്ട് പോകുന്നത് പോലെയാണ് ഒറ്റവട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെന്തെങ്കിലും ഭിന്നതയുണ്ടോ? അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞത് നന്നായി. നമ്മൾ എന്ത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അത് നിങ്ങൾക്ക് നമ്മുടെ പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിനൊന്നും ഒരു കാലത്തും ഞാൻ കൈകടത്തിയിട്ടില്ല. ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയും ഞാനും തമ്മിൽ സംസാരിക്കുന്നതോ സംസാരിക്കാത്തതോ കേരളത്തിലെ പൊതുജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു വാർത്തയായോ വിഷയമായിട്ടോ എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങളുടെ അറിവിലേക്കായി പറയാം, മന്നം ജയന്തി, ആചാര്യ ജയന്തിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരുമായി പെരുന്നയിൽ വെച്ച് പലകുറി സംസാരിച്ചിരുന്നു. അങ്ങനെ നേതാക്കന്മാരുമായി പരസ്പരം പരിചയമുള്ള ആളുകളാണല്ലോ എല്ലാവരും. അത് രാഷ്ട്രീയമില്ലാത്ത മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നു. അതൊന്നും ഇത്ര ഒരു കൗതുക വാർത്തയായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അതിനകത്ത് എന്തെങ്കിലും കൗതുകമുണ്ട് എന്ന് തോന്നുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. എല്ലാ പിന്നെ പൊതുപ്രവർത്തകരും പരസ്പരം കാണുമ്പോൾ സംസാരിക്കുകയും കുശലം പറയുകയും ചിലരോട് രാഷ്ട്രീയം പറയുകയും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് പോയത്. അതിനകത്ത് നിങ്ങൾ ഇത് മാത്രമാണ് അവതരിപ്പിച്ചത് എന്നുള്ളത് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇനിയും സംസാരിച്ചാലോ സംസാരിക്കാതിരുന്നാലോ അത് പ്രത്യേകിച്ച് പൊതുജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ ചെന്നിത്തലയ്ക്കെതിരെ വലിയ സൈബർ ആക്രമണം കോൺഗ്രസ് ആന്റിലുകളിൽ നിന്ന് തന്നെ നടക്കുന്നുണ്ട് ഈ വിഷയം ഉയർത്തിക്കാട്ടി. അല്ല, അത്തരത്തിലൊരു അക്രമം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. ശ്രീ രമേശ് ചെന്നിത്തല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അദ്ദേഹവും ഞാനും തമ്മിൽ സംസാരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിക്കേണ്ടതോ അതൊരു കൗതുകമായി പറഞ്ഞിട്ട് എനിക്കതൊരു കൗതുക വാർത്തയായിട്ട് പോലും തോന്നുന്നില്ല. കാരണം എത്രയോ കാലത്തെ ബന്ധവും പരിചയമുള്ള ആളുകളാണ്. ആ ആളുകൾ തമ്മിൽ ഒരു പൊതുവിടത്തിൽ വെച്ച് കാണുമ്പോൾ സംസാരിക്കുന്നത് വളരെ ഏറ്റവും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ പലതവണ മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹമാണ് സത്യത്തിൽ ഞാൻ പറഞ്ഞത്, എങ്ങനെയൊന്നും പറയേണ്ടത് കാര്യം തന്നെ ഇല്ല. അദ്ദേഹമാണ്, ഞാൻ ഓഫീസിലോട്ട് കയറി ചെന്നപ്പോൾ ജനറൽ സെക്രട്ടറി മുകളിലുണ്ട്, ഇപ്പോൾ താഴോട്ട് വരും, നീ പെട്ടെന്ന് ചെല്ല് എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹമാണ്. അപ്പോൾ അതുകൊണ്ട് അതാ പറഞ്ഞത്, അതൊരു വലിയ കൗതുകമുള്ളതോ അതൊരു വാർത്തയ്ക്ക് സ്കോപ്പുള്ളതായിട്ടുള്ള കാര്യമായിട്ട് എന്റെ തോട്ടത്തിലില്ല. നിങ്ങൾക്കത് സ്കോപ്പ് ഉണ്ടെങ്കിൽ കൊടുക്കാം, അത്രേ ഉള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി തന്നെ വാർത്തകളിലൊക്കെ ഇടം പിടിച്ചു തുടങ്ങി. നോട്ടിഫിക്കേഷൻ പാലക്കാട് ആരായിരിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധി വരിക?
അല്ല, നമുക്കത് പിന്നെ UDF സ്ഥാനാർത്ഥി ആയിട്ട് ആര് മത്സരിക്കത്തില്ല എന്ന് ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും കാലത്ത് പറയാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഏതെങ്കിലും കാലത്ത് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഇപ്പൊ തീരെയില്ല. അപ്പോൾ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആര് എന്ന് തീരുമാനിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഒരു കാലത്തും എനിക്ക് ഉണ്ടായിട്ടില്ല. അതിന് നിയമസഭ വേണ്ട, വാർഡിൽ എനിക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടുള്ളൂ. വാർഡ് കമ്മിറ്റിയല്ലേ തീരുമാനിക്കുന്നത്. സ്വന്തം കാര്യം പറയാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമോ എവിടെയെങ്കിലും? അല്ല, ഞാനിപ്പോൾ നിലവിൽ നിയമസഭാ സാമാജികനാണല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പായിട്ടില്ല, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇനി എത്രയോ കാര്യങ്ങളുണ്ട്. നമുക്ക് അത്രയും സർട്ടനായിട്ട് നാളത്തെ കാര്യത്തെ പറ്റി ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയുന്ന ആളുകളല്ലോ നമ്മളാരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വാർത്ത സൃഷ്ടിക്കണ്ട. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ വാർത്ത. അത് ഇനിയും ഞാൻ പറഞ്ഞതിന്റെ അറ്റവും മൂലയും വെച്ച് വാർത്ത സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, സൃഷ്ടിക്കണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം. ഞാൻ ജനങ്ങളോട് പറയുകയാണ്, ഞാൻ ഒന്നുമേ പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊന്നുള്ള ഒരു ചർച്ചയും ഞാൻ ആരോടെങ്കിലുമോ എന്നോടാരെങ്കിലുമോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനതാ പറഞ്ഞത്, ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പേരിൽ കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ അതിനെപ്പറ്റി ഒരു കമന്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഫാക്ട്. ഇനി വാർത്ത എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അടുത്ത ദിവസം കോടതി പരിഗണിക്കുകയാണല്ലോ. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ, സത്യം ജയിക്കേണ്ടതാണ്, സത്യമേ ജയിക്കാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊന്നും എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവില്ല. നമുക്ക് പിന്നെ കേസിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം. ഞാൻ മണ്ഡലത്തിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ ഇന്നലെ ആചാര്യന്റെ ജയന്തിയുമായി ബന്ധപ്പെട്ടും ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ UDF ജില്ലാ കൺവീനറിന്റെ കുടുംബത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടും പത്രത്തിൽ തുടരുന്നുണ്ട്. ഞാൻ പാലക്കാട് തന്നെയുണ്ട്. പാലക്കാട് ജനങ്ങളെ ജയിപ്പിച്ചാണല്ലോ ഉത്തരവാദിത്തം നടപ്പാക്കി. സംസ്ഥാനത്തേക്ക് പോയി NSSന്റെ പിന്തുണ തേടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പോക്ക് പോയത്. അപ്പോൾ കഴിഞ്ഞ വർഷം പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതിന് മുമ്പത്തെ വർഷം പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതിൻ്റെ മുന്നിലത്തെ വർഷം പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു?